1949 നവംബർ 26-നാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ആൻഡ് ഇനാക്റ്റഡ് എന്ന രീതിയിൽ അംഗീകരിച്ചത് ഫൈനലി. 1950 ജനുവരി 26-നാണ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേ ജനുവരി 26 ആയിട്ടും നവംബർ 26-ന് ഭരണഘടന അംഗീകരിച്ച് കഴിഞ്ഞെങ്കിലും ജനുവരി 26 വരെ കാത്തിരുന്നത് 1930 ജനുവരി 26-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത്. ആ ഡേ മെമ്മറിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും നല്ല ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൻ്റെ മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഡെമോക്രസി, സെക്യുലറിസം, ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു. ഒരു സെക്യുലറിസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ്. ഒരാൾ നല്ല മുസൽമാനായാൽ, നല്ല ഹിന്ദു ആയാൽ, നല്ല ക്രൈസ്തവനായാൽ ദേ ആർ ഈക്വൽ. അവർ പീസ്ഫുള്ളായിട്ട് അവർ കഴിഞ്ഞുകൂടുന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് അവസാനം ഡിസ്കസ് ചെയ്തത്. ആ പ്രിയാമ്പിളിൽ വളരെ പ്രസിദ്ധമായ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അന്ന് ആ പ്രിയാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സദസ്സിൽ എച്ച് വി കാമത്ത് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പർ ആവശ്യപ്പെട്ടത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഭരണഘടന ആരംഭിക്കേണ്ടത് അങ്ങനെയാണ്, ദൈവനാമത്തിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചേർക്കാൻ വേണ്ടി വാശി പിടിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ഭീംറാവ് അംബേദ്കറും പറഞ്ഞത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, അത് സാധ്യമല്ല. കാരണം ഇന്ത്യയിൽ വിശ്വാസമില്ലാത്ത കുറച്ച് മനുഷ്യരുണ്ട്, അവർക്കും ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഇൻക്ലൂസീവ്. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളണമെങ്കിൽ അത് ചേർക്കാൻ സാധിക്കില്ല. അവസാനം അത് വോട്ടിനിട്ടാണ് തള്ളിക്കളഞ്ഞ്. അങ്ങനെയാണ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഇല്ലാതെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിൽ നിന്നത്. ജനങ്ങളിലാണ് അതിൻ്റെ പൂർണ്ണമായ അടിത്തറ സ്ഥിതി ചെയ്യുന്നതെന്ന് അർത്ഥം. അതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൗലികമായ ഭാഗങ്ങളൊന്നും, അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഭേദഗതികളൊന്നും കൊണ്ടുവരാൻ പാർലമെൻറ്റിന് പോലും അധികാരമില്ല, അങ്ങനെ മാറ്റിക്കൂടാ എന്ന് സുപ്രീം കോടതി 1972 കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറഞ്ഞിട്ടുണ്ട്. മൗലികമായി തന്നെ ഈ ഭരണഘടന ഭേദഗതി ചെയ്യാനും ഇതിലെ സെക്യുലറിസം ഇല്ലാതാക്കാനും വേണ്ടി ഇന്ദിരാഗാന്ധി 1976 കൊണ്ടുവന്ന 42ാമത് ഭരണഘടനാ ഭേദഗതി ആണ് സെക്യുലറിസം എന്ന പദം ചേർത്തത്. ഈവൻ അതർവൈസ് നമ്മുടെ ഭരണഘടന സെക്യുലർ ആയിരുന്നു. ആ വാക്ക് ചേർത്ത ആ ഭേദഗതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി. 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞ് അതവിടെ നിലനിർത്തുകയുണ്ടായി. അപ്പോൾ മൗലികമായ അതിൻ്റെ അടിത്തറയിൽ ഇളക്കം പറ്റുന്ന യാതൊരു ഭേദഗതിയും ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി കട്ടായമായി പല ജഡ്ജ്മെൻറ്റുകളിലൂടെയും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭരണഘടന നമ്മുടെ സെക്യുലറാണ്. കാരണം എല്ലാ വിഭാഗം മനുഷ്യരെയും ഉൾക്കൊള്ളുക ഇന്ത്യയിലെ, അത് ജനപ്രാതിനിധ്യത്തിൽ മാത്രമല്ല ഗവൺമെൻറ്റിലും മുഴുവൻ ഇന്ത്യക്കാരെയും റെപ്രസെൻ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ അംബേദ്കർ. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എണ്ണം കുറവായതുകൊണ്ട് പാർലമെൻറ്റിൽ വാസ്തവത്തിൽ സംവരണം വേണ്ടത് അവർക്കാണ്. എത്ര ആളുകൾ മാത്രമേ സവർണരിൽ നിന്ന് വരാൻ പാടുള്ളൂ എന്ന്, പാർലമെൻറ്റിൽ എത്താൻ പാടുള്ളൂ എന്ന് ലിമിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഡോക്ടർ അംബേദ്കർ. അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഇതിൽ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണുള്ളത്. പൗരന്മാരുടെ അവകാശങ്ങൾ, പൗരത്വ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആർക്കും പൗരത്വം നൽകുന്ന പൗരത്വ നിയമം, ഇതൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മുറുകെ പിടിക്കുന്ന ചില തത്വങ്ങൾ. ആ ഭരണഘടനയ്ക്ക് ഒരു കൈപ്പടയിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഭരണഘടനയുണ്ട്. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ഭരണഘടന കൈപ്പടയിൽ എഴുതണമെന്ന് ആഗ്രഹിക്കാൻ കാരണം, ഒരു പ്രിൻ്റഡ് ടെക്സ്റ്റ് ആകുമ്പോൾ അത് ആർക്കും ആവശ്യമുള്ള സമയത്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി വേറെ പ്രിൻ്റ് ചെയ്യാം. അത് ഭരണഘടനയെക്കുറിച്ചൊരു വിവരമില്ലാത്ത ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനൽ വേണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് അത് ചെയ്തത്. അങ്ങനെ നെഹ്റു അന്നത്തെ കാലിഗ്രാഫി നല്ല കൈയക്ഷരം ഉണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് പ്രേം ബിഹാരി നാരായൺ റിസാദ എന്നാണ്. അധികം ആളുകളും അതിനെക്കുറിച്ചൊന്നും അറിയുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എൻ്റെ മനോഹരമായ കൈപ്പടയിൽ ഈ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിന് വേണ്ടി, അന്നത്തെ മഷി നിറച്ച പേനകളാണ്, ആ പേനയ്ക്ക് വേണ്ടി 303
നിബ്ബുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് കൊടുത്തിട്ടാണ് ആ നിബ്ബ് ഉപയോഗിച്ചിട്ടാണ് മനോഹരമായ അക്ഷരത്തിൽ അത് എഴുതി തീർത്തത്. അത് നല്ല തൂക്കമുള്ള ഒരു വലിയ പുസ്തകമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ ഈ എഴുതിയ പേജുകളുടെ ചുറ്റുപാടും അവശേഷിക്കുന്ന സ്ഥലങ്ങളിൽ അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി നെഹ്റു കണ്ടെത്തിയത് ഇനി ലോകമാകെ അറിയപ്പെടുന്ന ബംഗാളിയായ ചിത്രകാരൻ നന്ദലാൽ ബോസിനെയാണ്. അപ്പോൾ റൈസാദ എഴുതിയതും നന്ദലാൽ ബോസ് വരച്ച ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ആ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ മഹാത്മാഗാന്ധി, നെഹ്റു, ആസാദ്, ഇങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ദണ്ഡിയാത്ര, രാജ്യം മുമ്പ് ഭരിച്ച ചരിത്രത്തിൽ അറിയപ്പെടുന്ന പലരും അതിൽ, ഇൻക്ലൂഡിങ് അക്ബർ ചക്രവർത്തി, ടിപ്പു സുൽത്താൻ, നേരത്തെയുള്ള രാജാക്കന്മാർ, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ രേഖയായിട്ടത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് സൂക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലെ ലൈബ്രറിയിലാണ്. അതൊരു ഹീലിയം നിറച്ച ബോക്സിലാണ്. ഹീലിയം നിറച്ച പെട്ടിയിൽ സൂക്ഷിക്കാൻ കാരണം മറ്റൊന്നുമല്ല, 1000 വർഷക്കാലമെങ്കിലും കേടുകൂടാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനത്തെ ഒരു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കുണ്ട്. അത് പുതിയ പാർലമെൻറ്റ് കെട്ടിടം ഉണ്ടാക്കിയിട്ട് എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നരേന്ദ്രമോദി അത് കൊണ്ടുപോയോ ഇല്ലേ, അതിപ്പോൾ നാശം സംഭവിക്കാതെ അവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതീ പറയുന്നതാണ് ഭരണഘടന ഇൻ ഒറിജിനൽ. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സെക്കുലറിസവും ഡെമോക്രസിയും ചോദ്യം ചെയ്യപ്പെടുന്ന കാലമായതുകൊണ്ട് ഇത് ഭരണഘടനാ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. 1946 ഡിസംബർ 9 ആദ്യം ഭരണഘടനാ സമിതി അല്ലെങ്കിൽ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സമ്മേളിച്ചത്. ആ ഡിസംബർ 9 46. അതിനുശേഷം അത് ഇപ്പോൾ അഡാപ്റ്റ് ചെയ്തത് 49 നവംബർ 26 റിപ്പബ്ലിക് ആയത് 50 ജനുവരി 26 ഇൻ ബിറ്റ്വീൻ ആ ഭരണഘടനയെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ധാരാളം യോഗങ്ങൾ അവർ കൂടിയിട്ടുണ്ട്. പല അഭിപ്രായങ്ങളും നമ്മളിന്ന് മനസ്സിൽ കാണുന്നത് പലതും അന്നേ അവർ മാനത്ത് കണ്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അന്ന് ധാരാളം പേരുണ്ടായിരുന്നു. ഒരു 300-ലധികം ആളുണ്ടായിരുന്നു. അത് പിന്നീട് ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ കുറേ ആളുകൾ അപ്പുറത്തെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ബാക്കി ഉള്ള ആളുകൾ വെച്ചിട്ടുണ്ട്. 10-17 സ്ത്രീകളാണ് അതിനകത്തുള്ളത്. കേരളത്തിൽ നിന്ന് 2-3 സ്ത്രീകളുണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ആനി മസ്കറിനും. ആകെ മൊത്തം 10-17 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇന്ത്യക്ക് കൊണ്ടുവന്നൊരു ഭരണഘടനയാണ്. ഈ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓർഗനൈസർ എന്ന് പറയുന്ന പത്രം അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയത് ഈ ഭരണഘടന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുള്ള യൂറോപ്യന്മാരുടെ പല ഭരണഘടനകളിൽ നിന്നും എടുത്ത് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഭരണഘടനയാണ്. ചിരപുരാതനമായ ഭാരതീയ മൂല്യങ്ങൾ അതിനകത്തില്ല എന്ന് അവർ പറഞ്ഞു. അതുതന്നെയാണ് ഇപ്പോഴും ഈ സജി ചെറിയാനൊക്കെ പറയുന്നത്. ഡെമോക്രസി സെക്യുലറിസം എന്നുള്ളതിന് അദ്ദേഹം കുന്തംകൊട ചക്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് പണ്ടേ RSSൻ്റെ ഓർഗനൈസറിൽ എഴുതിയ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും സജി ചെറിയാനെ പോലുള്ള ആളുകൾ. അവർ ഈ ഭരണഘടനയെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോക്രസിയുടെ ശക്തി. ഡെമോക്രസി നിലനിന്നെങ്കിലേ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുള്ളൂ. പിന്നെ ഡെമോക്രസി ഹാസ് ബിൻ ഡിഫൈൻഡ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അത് ഒരു ഭൂരിപക്ഷ ആധിപത്യമല്ല, അതിനെ മെജോറിറ്റേറിയനിസം എന്നാണ് പറയുക. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മഹാത്മാഗാന്ധിയോട് ചോദിച്ചപ്പോൾ ഈ മഹാത്മാഗാന്ധി ഇതൊക്കെ പറഞ്ഞെങ്കിലും മഹാത്മാഗാന്ധി വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. മഹാത്മാഗാന്ധിയോട് ചില വിദ്യാർത്ഥികൾ ചോദിച്ചു എന്താണ് ഡെമോക്രസി എന്ന്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, കുട്ടികളെ, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനായി തീർന്നത് വേറെയും ചിലർ നിങ്ങളുടെ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയലാണ് ഡെമോക്രസി എന്നാണ്. ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവുകയില്ല. അതാണ് അതിനെക്കുറിച്ചുള്ള ബെസ്റ്റ് ഡെഫിനിഷൻ. അപ്പം അങ്ങനെയുള്ള മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞതുപോലെ മെജോറിറ്റേറിയനിസം അല്ല ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കുവാനുള്ള അവകാശം. എല്ലാവർക്കും ഒരേ അഭിപ്രായമാകുന്നതിന് ഭൂരിപക്ഷം ഡെമോക്രസി എന്ന് പറയില്ല. വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശം. ഒരാൾ മാത്രമാണെങ്കിലും ബാക്കി ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഒരു പക്ഷത്ത്, ഒരാൾക്ക് മാത്രം വേറൊരു അഭിപ്രായം ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കുകയും മാനിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് ഡെമോക്രസി. ആ വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശങ്ങൾ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യയിൽ.
ആ വ്യത്യസ്തത പുലർത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. പാർലമെൻ്ററി ഡെമോക്രസിയിൽ പാർലമെൻറ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടാകേണ്ടത്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിലും, പക്ഷേ ആ പാർലമെൻറ്റ് നേരാ ചൊവ്വേ യോഗം ചേരുന്നുണ്ടോ, അവിടെ വേണ്ടത്ര ഡിസ്കഷൻ അനുവദിക്കപ്പെടുന്നുണ്ടോ, അവിടെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ടോ, എതിരഭിപ്രായങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാൽ വളരെ അപകടകരമായ രീതിയിൽ നമ്മുടെ ഡെമോക്രസി ഹാസ് ബീൻ ടേൺഡ് ഇൻ ടു എന്താ പറയുക ഡിക്റ്റേറ്റർഷിപ്പായിട്ട് ഏതാണ്ട് ഏകാധിപത്യമായ ജനാധിപത്യം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിർഭാഗ്യകരമായ സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ശരിയായ ജനാധിപത്യം വേണം. ആ ജനാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊരു ഭീഷണിയാണ്. അതുകൊണ്ട് നമ്മൾ ഭരണഘടനാ ദിനവും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ മഹാത്മാഗാന്ധിയൊക്കെ ജനപക്ഷത്ത് നിന്നതിനെക്കുറിച്ച് നമുക്ക് ധാരാളം അറിയാം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരിക്കൽ തൻ്റെ ആശ്രമത്തിൽ, സബർമതി ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്, തൊട്ട് മുമ്പാണ് മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തിന് കാണാൻ വന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു അന്ന് നമുക്കറിയാം രാജകുടുംബത്തിൽ പിറന്ന ഒരു 6 അടിയിലേറെ പൊക്കമുള്ള നല്ല കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച, ആരും കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കാൻ തോന്നത്തക്ക രീതിയിലുള്ള ആകാര സൗഷ്ഠവമുള്ള ഒരുത്തനായിരുന്നു ഈ മൗണ്ട് ബാറ്റൻ പ്രഭു. ആ മൗണ്ട് ബാറ്റൻ പ്രഭു സബർമതി ആശ്രമം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അവിടെ അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അദ്ദേഹം പുറത്ത് ചെറിയൊരു ബെഞ്ചിലിരിക്കുകയാണ്. അപ്പം മഹാത്മാഗാന്ധി പുറത്തേക്ക് വരുന്നില്ല അദ്ദേഹത്തെ കാണാൻ. കുറേ നേരമായി, 1.5 മണിക്കൂർ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം മഹാത്മാഗാന്ധിയുടെ ധിക്കാരം കൊണ്ടൊന്നുമല്ല, ആ ഗ്രാമപ്രദേശത്തുള്ള 2 വിഭാഗം ആളുകൾ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. അത് അദ്ദേഹം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1.5 മണിക്കൂറായപ്പോൾ ആ തർക്കം സെറ്റിൽ ചെയ്തിട്ട് വളരെ പാവപ്പെട്ട ആളുകൾ, നല്ല വസ്ത്രം പോലും ധരിക്കാത്ത കൃഷിക്കാരായിട്ടുള്ള ആളുകൾ 2 വിഭാഗം, അവരെ സെറ്റിൽ ചെയ്തു. ഡിസ്പ്യൂട്ടൊക്കെ സെറ്റിൽ ചെയ്ത് മഹാത്മാഗാന്ധി പുറത്തേക്ക് വരുമ്പോൾ ഈ 2 കൂട്ടരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഒരു കൂട്ടർ വലതു ഭാഗത്തും ഒരു കൂട്ടർ ഇടതു ഭാഗത്തും. എല്ലാവരെയും കൊണ്ട് മഹാത്മാഗാന്ധി വന്ന് പുറത്തേക്ക് വരുമ്പോൾ മൗണ്ട് ബാറ്റൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു, ബാപ്പുജി, ഐ എം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഞാൻ ഇന്ത്യയുടെ ഗവർണർ ജനറലാണ്. അപ്പോൾ ഉടനെ മഹാത്മാഗാന്ധി പറഞ്ഞ എന്തായാലും, ബട്ട് ദ നേഷൻ ബിലോങ്സ് ടു ദം. ഈ കൃഷിക്കാർ തൊട്ട് കാണിച്ചിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞു, ബട്ട് ദ നേഷൻ ബിലോങ്സ് ടു ദം, പക്ഷേ രാജ്യം ഇവരുടേതാണ്. അപ്പം മഹാത്മാഗാന്ധി ജനപക്ഷത്ത് നിൽക്കുന്നത് പോലെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ആ മാർഗം സ്വീകരിക്കുന്നുണ്ടോ? വ്യത്യസ്തരായിരിക്കാനുള്ള അവകാശം ഇവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി, അതിനിപ്പോൾ ചോർച്ചയ്ക്ക് വന്നത് വേറെ കാര്യം. ആ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഏതാനും സ്വാമിമാരാണ്. നമ്മൾ സ്വാമിമാരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷേ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമിമാരും ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നേരെ തിരിച്ചാണ് വേണ്ടത്. പ്രധാനമന്ത്രിക്ക് പോലും പുതിയ പാർലമെൻറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാം, നോ പ്രോബ്ലം. സ്വാമിമാർക്ക് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും. അതുകൊണ്ടാണ് ഈ ശങ്കരാചാര്യരായിട്ടുള്ള മഠങ്ങളിലുള്ള ആളുകളൊന്നും അവിടെ പോകേണ്ടിരുന്നു. അപ്പോൾ ഇവിടെ സംഭവങ്ങൾ മാറി മാറി വരികയാണ്. ഇവിടെ ഒരു തരം ഒരു ഏകാധിപത്യപരമായ ഒരു മോണോലിത്തിക് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് ഇന്ത്യയെ മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടന്നു വരികയാണ്. അപ്പോഴാണ് നമ്മളെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടത്. ഈ ഭരണഘടനയെ മാനിച്ചുകൊണ്ടുള്ള ഭരണം ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ളത്. എല്ലാ വിഭാഗം ആളുകളും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രട്ടേണിറ്റി, ഈക്വാലിറ്റി ആൻഡ് ലിബർട്ടി, ആ 3 തത്വങ്ങൾ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നാണ്. അതിൽ ഈ സമത്വം ഒരാൾക്ക് ലഭിക്കാതെ പോയാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോടതിയെ സമീപിച്ചാൽ എന്നെ തുല്യനായി കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതി തുല്യനാക്കിക്കൊണ്ടുള്ള ഓർഡർ പറയും. സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനുള്ള നമ്മുടെ അവകാശം കോടതി വഴി വകവെച്ച് കിട്ടും. പക്ഷേ ഫ്രട്ടേണിറ്റി അങ്ങനെ കോടതിയിൽ പോകാൻ പറ്റിയ കേസല്ല. സാഹോദര്യം, ആ സാഹോദര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇക്വാലിറ്റിയും, എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കമ്മി വരും. എല്ലാവരും സ്വതന്ത്രരാണെന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയുടെ കുറവ് വരും. അതിനെ രണ്ടിനെയും പരിഹരിക്കുന്ന ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് സാഹോദര്യം അതിനിടയ്ക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. കൊണ്ട് കോടതിയിൽ പോകാതെ തന്നെ ഈ സാഹോദര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ എത്ര ബുദ്ധിമാന്മാരായിരുന്നു നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകളെന്ന് അറിയാൻ നമുക്കൊരു ഇത് മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള അതുപോലെ മതപരമായിട്ടുള്ള സവിശേഷതകൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംസ്കാരങ്ങൾ ഒക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ. 6427 ജാതികളും 1300 മൊഴികളുണ്ട് ഇവിടെ. അവരെല്ലാം പല സംസ്കാരങ്ങളുണ്ട്. അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ഭരണഘടന ആഗ്രഹിക്കുന്നത്. അത് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ വേണം? അതനുസരിച്ച് ഡെമോക്രസി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം.
അപ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ അഭിപ്രായമുള്ളവർക്കും എല്ലാ സംസ്കാരമുള്ളവർക്കും എല്ലാ ആചാര്യമുള്ളവർക്കും അത് മാനിക്കപ്പെടുന്ന ഭരണഘടനയാണ്. ആർക്കും അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാം, ആചാരാനുഷ്ഠാനങ്ങളാവാം, തനതായ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്. ആർക്കും അമിതമായ സ്വാതന്ത്ര്യമില്ല, ആർക്കും അമിതമായ വഴികളില്ല. എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും ആചരിക്കുവാനും അത് പ്രബോധനം ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ആ സ്വാതന്ത്ര്യം ഇപ്പോൾ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഓരോ സ്വാതന്ത്ര്യങ്ങൾ വീതം നഷ്ടപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുജനങ്ങളുടെ അധിഷ്ഠിതമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് അഡാനിയിലും അംബാനിയിലും മുതലാളിമാരിൽ അധിഷ്ഠിതമായ കോർപ്പറേറ്റ് ഭീമന്മാരാണ് ഇന്ത്യ നിയന്ത്രിക്കുന്നുള്ള സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും പ്രസക്തമായി വരുന്നൊരു കാലമാണത്. നമ്മുടെ ഭരണഘടന ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങളുടേതും ആയിരിക്കുകയും വേണം എന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ആ അർത്ഥത്തിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചിന്തയും പഠനവും അനുസ്മരണവും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.